മുന്നിട്ട് നിൽക്കുകയാണ്. തൃശ്ശൂരിലെ ഏതൊക്കെ മേഖലകളിൽ വോട്ടുകൾ എണ്ണാനുണ്ട് എന്നറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രതിനിധി ചേരുന്നുണ്ട് എന്ന് കരുതുന്നത്. അഭിജിത്ത്, കേൾക്കാമോ? അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ എന്തോ സാങ്കേതിക തകരാറുണ്ട്. എന്തായാലും സുരേഷ് ഗോപി വ്യക്തമായ മേൽക്കൈയും നിലനിർത്തി തന്നെ മുന്നോട്ട് പോവുകയാണ്. 15,854 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നത്. നേരത്തെയുള്ള തിരിച്ചടികളിലൊന്നും പതറാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, എന്നാൽ ആ തോൽവികൾക്കൊന്നും മുന്നിൽ പതറാതെ തൃശ്ശൂരിൽ തന്നെ താമസിച്ച് തൃശ്ശൂരിൽ തന്നെ വോട്ട് ചേർത്ത് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് ശാസ്തമംഗലത്ത് നിന്നെത്തി തൃശ്ശൂരിൽ ശക്തൻ്റെ തട്ടകത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി തൃശ്ശൂരിൻ്റെ എല്ലാ സാംസ്കാരിക സാമൂഹ്യ പരിപാടികളിലെല്ലാം തന്നെ നിറസാന്നിധ്യമായി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം ഇപ്പോൾ അത് വോട്ടായി മാറുമോ? വോട്ടായി മാറിയിട്ടുണ്ട്. 15,854 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സവിശേഷത. ഇനിയുള്ള മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. സംസ്ഥാനത്ത് അഭിജിത്ത് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഭിജിത്ത്, ഇനി ഏതൊക്കെ മേഖലകളിലാണ് തൃശ്ശൂരിൽ വോട്ടുകൾ എണ്ണാൻ ബാക്കിയുള്ളത്? തീർച്ചയായും നമുക്കറിയാം, എടുത്തു പറയേണ്ട കാര്യം, സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. ഈ തെരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി ദേശീയ നേതൃത്വം, BJPയുടെ ദേശീയ നേതൃത്വം അടക്കം സംസ്ഥാനത്ത് കണ്ടിരുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. അത് ശരിവെക്കുന്ന രീതിയിൽ അവരുടെ A+ മണ്ഡലമായി ഇപ്പോഴും നിലനിർത്തുന്നതിന്റെ പ്രധാന കാരണം ഇപ്പോൾ ഈ ലീഡ് നിലയിൽ നിന്നും വ്യക്തമാണ്. 15,000-ൽ പരം വോട്ടുകൾക്ക് സുരേഷ് ഗോപി NDAയുടെ സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ 4 റൗണ്ടുകളുടെ ഔദ്യോഗിക ഫലം ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ സുരേഷ് ഗോപിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ 5ാം ഘട്ടത്തിലേക്ക് വോട്ടെണ്ണൽ കടന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വോട്ടെണ്ണൽ അതിന്റെ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഏതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ താമര വിരിയും എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥി ഏറെ മുന്നിലാണ്, ബഹുദൂരം മുന്നിൽ എന്ന് വേണം പറയാൻ. കാരണം ഇത് വിജയത്തിലേക്ക്, അല്ലെങ്കിൽ താമര വിരിയും എന്നുള്ളതിന് വളരെ ശരിവെക്കുന്ന രീതിയിലുള്ള ബഹുദൂരം മുന്നിലുള്ള ഒരു വലിയ ഭൂരിപക്ഷമാണ് ഇപ്പോൾ സുനിൽകുമാറിന് മുന്നിലുള്ളത്. 16,000-ൽ അടുത്ത് ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുമ്പോൾ അത് ശക്തന്റെ തട്ടകത്തിലൂടെ തന്നെ താമര വിരിയിക്കുമെന്നുള്ള NDAയുടെ, പ്രത്യേകിച്ച് BJPയുടെ ഒരു വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ അതിന്റെ ലീഡ് നിലയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി അടക്കം 2 പ്രാവശ്യം തൃശ്ശൂർ മണ്ഡലത്തിൽ എത്തി പ്രചരണം നടത്തി. സുരേഷ് ഗോപി ആദ്യം മുതൽ തന്നെ പ്രചരണ പരിപാടികൾ മുന്നിട്ട് നിന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ, വോട്ടെണ്ണലിന്റെ ആദ്യ ദിനത്തിൽ പോസ്റ്റൽ വോട്ടുകളുടെയും വോട്ടിംഗ് മെഷീനുകളിലൂടെയുള്ള എണ്ണലിലും ആദ്യഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ ലീഡിൽ മുന്നിട്ട് നിന്നെങ്കിലും പിന്നീട് അത് സുരേഷ് ഗോപി പിടിച്ചടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആദ്യം മുതൽ തന്നെ നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ സുരേഷ് ഗോപി പ്രചരണ പരിപാടികളുമായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉടനീളം സാന്നിധ്യം അറിയിച്ചിരുന്നു. അതിനുള്ള വലിയൊരു ഫലം കൂടിയാണ് ഇപ്പോൾ ഈ ലീഡ് നിലയിൽ, അതും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ 15,000-ൽ പരം ലീഡ് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കി എന്ന് സാധിക്കുന്നത് അത് ആ ഒരു പ്രചരണ പരിപാടികളുടെ ഫലം കാണൽ കൂടിയാണ്. എന്തായാലും ഇത് NDA കേന്ദ്രങ്ങൾക്ക്, പ്രത്യേകിച്ച് BJP കേന്ദ്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആഹ്ലാദം നൽകുന്ന കാര്യമാണ്. ദേശീയ തലത്തിലാണെങ്കിൽ പോലും, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലടക്കം വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലമായി തൃശ്ശൂർ വീണ്ടും മാറിയിരിക്കുന്നു. സംസ്ഥാനത്ത് തലസ്ഥാന നഗരിയിൽ രാജീവ് ചന്ദ്രശേഖരനായിരുന്നു ആദ്യം ലീഡെങ്കിൽ ഇപ്പോൾ അത് തൃശ്ശൂരിന്റെ സാംസ്കാരിക നഗരിയിൽ അത് സുനിൽകുമാറിനെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ 1ാം സ്ഥാനത്ത് സുരേഷ് ഗോപി എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തീരമേഖലയിലടക്കം വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് UDFന് മേൽക്കൈ നേടുമെന്നായിരുന്നു UDFന്റെ പ്രഖ്യാപനമെങ്കിൽ, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം നിലനിർത്താൻ സിറ്റിംഗ് MPയെ മാറ്റിയ ഏക മണ്ഡലം സംസ്ഥാനത്ത് അത് തൃശ്ശൂരായിരുന്നു. TN പ്രതാപനെ മാറ്റിക്കൊണ്ട് K മുരളീധരനെ, വടകര MP ആയിരുന്ന K മുരളീധരനെ, അതും ലീഡറുടെ തട്ടകത്തിൽ ലീഡറുടെ മകനെ ഇറക്കിക്കൊണ്ട് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ വേണ്ടി ഇറക്കിയ K മുരളീധരൻ മുന്നേറ്റം ഉണ്ടാകുന്നു. ശരി അഭിജിത്ത്, ദേശീയ തലത്തിൽ നമുക്ക് ഇപ്പോൾ നോക്കേണ്ട വളരെ പ്രസക്തമായ ചില നിർണായക ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. ആ കണക്കുകൾ 300 NDA നിൽക്കുമ്പോൾ